ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് എല്ലാ കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. യെസ്, ഞാൻ തന്നെ നീ എടുത്തോ. അതായത് മത്സരമില്ലാത്ത ദിവസങ്ങളിൽ ഞാനാണ് ആദ്യം കീഴെടുക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. അത് നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നീ തുടങ്ങി വെക്ക്. ഈ കമന്റ് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. നീ ശ്രദ്ധിക്കുന്നില്ല. പണി കിട്ടുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ല. കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ്, സിദ്ധാർത്ഥ് ഭരതൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സാം CS ആണ് സിനിമ മ്യൂസിക് ചെയ്യുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യം ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ ടൈറ്റിൽ ലുക്ക് കറക്കം. കറങ്ങുമായിരിക്കാം. കാരണം മുന്നിൽ കുറെ, അതായത് സെമിത്തേരിയാ തോന്നുന്നല്ലേ. ആവാനാണ് ചാൻസ്. അതെ അതെ അതെ. ഓക്കെ, ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് കറങ്ങണതായിരിക്കും മിക്കവാറും. അതായത് തുടങ്ങുന്ന എവിടെയാണോ അവിടെ തന്നെ അവസാനിക്കുന്ന സംഭവം ഉണ്ടല്ലോ. മേ ബി. ഓക്കെ, എന്തൊക്കെയല്ലേ ഇപ്പൊ ഇരുന്ന് ഡീകോഡ് ചെയ്തത്. അടുത്തത് കാട്ടാളൻ. അതൊരു പേരും ഒരു പോസ്റ്ററും വെച്ചിട്ട് കാട്ടാളൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഓക്കെ, സിനിമയിലേക്ക് നമ്മുടെ പുഷ്പ സിനിമയിലെ സുനിൽ ചെയ്ത കഥാപാത്രമല്ലേ, ആളുടെ അളിയൻ ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. രാജ് തിരണാബസു അല്ലേ? തിരണാബസു അല്ലേ? രാജ് തിരണാബസു. യെസ്, ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഇതിന് താഴെ ഒരു കമന്റ് ഉണ്ട്, പെപ്പെ ഇതൊക്കെ നിനക്ക് വെച്ചതാണ്. ആരോട്? ഹനാനോട്. അപ്പൊ അപ്പുറത്തേക്ക് അമൃത്വാൻ സിംഗ്, ഇപ്പുറത്തേക്ക് പെപ്പെ, ഇപ്പുറത്ത് രാജ്. മരണം ഉറപ്പായി. അടുത്തത് ധനുഷ് H. വിനോദ് മൂവി. ഓ, അതായത് സാം CS പറഞ്ഞ കാര്യമാണ്. അടുത്തതായിട്ട് H. വിനോദ് സംവിധാനം ചെയ്യുന്നത് രജനീകാന്തിനെ വെച്ചിട്ടല്ല, ധനുഷ് സിനിമയാണെന്നാണ് കേട്ടത്. കാരണം അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതായത് അതെ, സ്ക്രിപ്റ്റ് പറഞ്ഞു രജനീകാന്തുമായിട്ട്, രജനീകാന്തിന് ഇഷ്ടപ്പെട്ടു, ഇനി അടുത്തത് അതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഇനി കാത്തിരിക്കണ്ട. H. വിനോദും രജനീകാന്തും അല്ല. അങ്ങനെ മൊയലിന് കിട്ടിയ കാണിക്കൂലേ, അതേപോലെ തുമ്പീനെ കിട്ടിയില്ല, തലവരെ കിട്ടിയില്ല, മരമോനെ കൊണ്ടുവന്ന്. ഓക്കെ, അടുത്തത് പുരി ജഗന്നാഥ് വിജയ് സേതുപതി മൂവി. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സ്റ്റിൽസ് വിജയ് സേതുപതി, പിന്നെ സംയുക്ത മേനോൻ, താബു, ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. മഴ ചെറുതായിട്ട് തുള്ളു. ഞാൻ വിചാരിച്ചു എന്ത് ഒച്ചയാണ്. ഓക്കെ, അടുത്തത് കിങ്ഡം സിനിമയുടെ റിലീസ് അനൗൺസ്മെന്റ് ടീസർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. സിനിമയുടെ റിലീസ് എത്തുന്നത് ജൂലൈ 31-നാണ് കേട്ടോ, വേൾഡ് വൈഡ്. ഈ മാസം 31. ഓക്കെ, വിജയ് ദേവാരകൊണ്ട നായകനാവുന്ന സിനിമയാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള. അല്ല, ഇന്നലത്തെ ടീസർ കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ കൂടി. ഗംഭീര ടീസറാണ്. അത് പ്രതീക്ഷകൾ വീണ്ടും കൂട്ടി. അത് ഇതിനു മുൻപ് ഒരു ടീസർ ഒന്നും ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ ഇത് അടിപൊളി സാധനമാണ് ഇന്നലെ വന്നത്. അതിനടുത്ത് തകർക്കൂട്ടോ. അടുത്തത് രാക്ഷസൻ. എൻ്റെ മോനെ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ത്രില്ലർ സിനിമകളിൽ ഒന്നാണ് രാക്ഷസൻ. ആ രാക്ഷസൻ സിനിമക്ക് 2ാം ഭാഗം വരുന്നു. വിഷ്ണു വിശാൽ തന്നെയാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം അല്ലേ? അതിന് 2ാം ഭാഗമൊക്കെ ആ ലെവൽ വരുമോ? അതാണ് ചോദ്യം. അത് പറയാൻ പറ്റൂല, എങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. അടുത്തത് ആശകൾ 1000. ജയറാം കാളിദാസ് മൂവി. രണ്ടുപേരും അച്ഛനും മകനും ഒരുമിച്ചെത്തുന്ന സിനിമയാണ്. 20 വർഷമായി തോന്നുന്നു അല്ലേ ഒരുമിച്ച്? അത് കുറേ ആയിട്ടുണ്ടാവും. G. പ്രജിത്ത് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഗോകുലനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, G. പ്രജിത്ത് ആള് ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ജയറാം ഒരു വടക്കൻ സെൽഫി ഇല്ലേ, അതാളാണ്. വടക്കൻ സെൽഫി. ഓക്കെ. മറ്റേ ജയറാം ശരിക്കും ലാസ്റ്റ് സിനിമ ഏതായിരുന്നു? ഓസ്ലർ. 2024 ഫസ്റ്റ്. ഓക്കെ, ഏത് ഫസ്റ്റ്? 2024 ഫസ്റ്റ് മാസം ജനുവരിയിൽ. ഒരു വർഷം. ഓസ്ലറിന് ശേഷം വീണ്ടും വരുന്നു. എന്തായാലും 2 സിനിമ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ജയിലർ 2 ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ടീം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അന്നാരാജൻ, കോട്ടൻ നസീർ, സുനിൽ സുഗത, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്. എന്തായാലും ജയിലർ 2 ഒന്നൊന്നര സാധനമായിരിക്കും. എത്ര പേരായ പോലെ
ഇനി ഇതിൻ്റെയൊക്കെ മുകളിലൊരു സാധനം വരാറുണ്ട്. തല അവിടെ ഇരിക്കുന്നുള്ളൂ. തല അവിടെ ഇരിക്കുന്നു. അടുത്തത് ഷബീബ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഷബീബ് CP, വിജയ് ആണോ ലാലേട്ടനെ ആണോ കൂടുതൽ ഇഷ്ടം? ലാലേട്ടൻ. ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ലാലേട്ടൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ചിലർക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ലാലേട്ടൻ ഒരു സംശയ കാര്യത്തില്ല. അതിനർത്ഥം വിജയനെ ഇഷ്ടമല്ല എന്നല്ല, ലാലേട്ടനോടുള്ള ഇഷ്ടം മുകളിലാണ്. വിജയനെ ഇഷ്ടമാണ്. അതെ, വിജയനെയും ഭയങ്കര ഇഷ്ടം. ഓക്കെ, അടുത്തത് ഹൃദയപൂർവം. യെസ്, ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ ക്യൂട്ട് ലുക്ക്. എന്താ പോസ്റ്റർ കണ്ടാ പോയി. എന്താ അടിപൊളി സോങ്ങിന്റെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പോസിംഗ് ആയിരുന്നു ആദ്യം. ഞാൻ ഈ പോലീസുള്ള സമയത്തേ ഇടക്ക് ഞാൻ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കും, ഇങ്ങനെ പിടിക്കും എപ്പോഴും. എന്തായാലും നമ്മുടെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമ ഉണ്ടോ? ഓണം റിലീസായിട്ടാണ് സിനിമ എത്താൻ പോകുന്നത്. അഖിൽ സത്യനല്ലേ പറഞ്ഞത്? അതായത് ലാലേട്ടന്റെ പ്രേമലുമായിരിക്കും എന്നാണ് പറഞ്ഞത്. നോക്കാം, എന്തായാലും പടം വരട്ടെ, കളക്ഷൻ കൊണ്ട് അങ്ങനെ ആവട്ടെ. അതെ. എന്താണെങ്കിലും അടുത്തത് SSMB 29 സിനിമയുടെ ലോഞ്ച് ഇവന്റിന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നത് ജെയിംസ് കാമറൂൺ. ഇവർ തമ്മിലുള്ള ബന്ധം ഭയങ്കര ഉണ്ട്, നേരത്തെ ഉണ്ട്, എന്നാലും വലിയത് തന്നെയല്ലേ. പിന്നെ നേരിട്ടെത്തുക പറഞ്ഞ കാര്യമാണോ? ഒരു ഇന്ത്യൻ സിനിമയുടെ വലുപ്പം അയച്ചു നോക്കണം. അതൊരു സൗത്ത് ഇന്ത്യൻ മൂവി. സെപ്പറേറ്റ് എടുത്ത് തന്നെ പറയണം സൗത്ത് ഇന്ത്യൻ മൂവി എന്നുള്ളത്. അടുത്തത് തലൈവർ 173. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ സാധനം ഉണ്ടല്ലോ, ഏത് വിനോദമായിട്ടൊരു സിനിമ. അത് വിനോദല്ല എന്നുള്ളത് ഇപ്പോൾ സാംസിയസ് പറഞ്ഞു കഴിഞ്ഞു. അത് വിവേക് ആർദ്രയാണ്. ഓക്കെ, വിവേക് ആർദ്ര ആയിരിക്കും 173 തലൈവറുടെ 173ാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്നുള്ള റൂമറാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. എന്താണെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ളത് വരട്ടെ. അതിനും ക്ലാരിറ്റി വന്നിട്ടില്ല, നോക്കാം. റൂമർ മാത്രമാണ്, കാത്തിരിക്കാം. ഒഫീഷ്യലായിട്ട് ഇനി ആരായിരിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പെട്ടെന്നായിരിക്കും ഇന്ന ആളെന്നൊക്കെ പറഞ്ഞു വരും. എന്തായാലും കാത്തിരിക്കാം. പോവാണ്, ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഇന്ന് 2 കിഴിയുണ്ട്, ബൈ. ഒരുപാടുണ്ട്.